16-ാമത്തെ വയസ്സിൽ എൻ്റെ കൺമുമ്പിൽ കിടന്ന് എൻ്റെ അമ്മ പിടഞ്ഞു മരിക്കാൻ നേരത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്, ദൈവമേ നീ എന്ത് ക്രൂരനാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രിയപ്പെട്ടവളായിരുന്ന എൻ്റെ അമ്മയെ ഒരു തീർത്ഥാടനത്തിന്റെ മധ്യത്തിൽ ദൈവം ക്രൂരമായി കൊന്നുകളഞ്ഞ് മുഖത്തൊരു ചുംബനം കൊടുക്കാൻ പോലും ബാക്കിയില്ലാതെ, ജീവിത പങ്കാളിക്ക് യാത്ര ചെയ്യാൻ പോലും ബാക്കിയില്ലാതെ ആ അമ്മയെ ക്രൂരമായി കൊന്നുകളഞ്ഞ് എൻ്റെ ദൈവത്തോട് ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, ദൈവമേ നീ എന്ത് ക്രൂരനാണ്. നീണ്ട നാള് ഒരു നിരീശ്വരവാദിയായി ജീവിച്ച മകനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. എല്ലാം തകർന്ന് ദൈവത്തെ മായം പോയും കൂട്ടി തെറി പറഞ്ഞ് ജീവിച്ച ഒരു മകനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. കാലത്തിന്റെ പൂർണ്ണതയിൽ ചില ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ട് വീണ്ടും പൗരോഹിത്യം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബൈബിളിൽ എഴുതി വെച്ചു, ഈശോയെ ഇനി എല്ലാം എൻ്റെ അപ്പനാണ്. ഒരു കൂട്ടുണ്ടാവുക, ഒരപ്പനുണ്ടാകുക, ഒരു അമ്മയുണ്ടാകുക ഒരു പുരോഹിതന്റെ ഏറ്റവും വലിയ ശക്തിയാ. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു, ഇനി എൻ്റെ കൂട്ട് എൻ്റെ അപ്പനാണ്. എൻ്റെ അപ്പനെ എൻ്റെ ജൂബിലി വർഷം വരെ, എൻ്റെ 25-ാമത്തെ ജൂബിലി വർഷം വരെ എനിക്ക് തിരികെ നൽകണം. അങ്ങനെ പൗരോഹിത്യം ആരംഭിച്ച 7-ാമത്തെ വർഷം കഴിഞ്ഞ സെപ്റ്റംബർ 6-ാം തീയതി പ്രഭാതത്തിൽ ഞാൻ കേട്ട വാർത്ത, എൻ്റെ അപ്പൻ മരിച്ചു കിടക്കുന്നു എന്നുള്ളതാ. ഞാൻ എൻ്റെ റൂമിൽ കയറി കൊതക് പൂട്ടിയിട്ട് നിലവിളിച്ച് ചോദിച്ചു, ദൈവമേ നീ എന്ത് ക്രൂരനാണ്, നീ എന്ത് ക്രൂരനാണ്. നിനക്ക് വേണ്ടി ഈ നാട് മുഴുവൻ പ്രസംഗിച്ചു കഴിഞ്ഞവനാണ് ഞാൻ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞു. അനേകം മാധ്യമങ്ങളിലൂടെ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞു. ഞാൻ പ്രസംഗിച്ചത് നീ സകല നന്മ സ്വരൂപനാണ്, എല്ലാവർക്കും നന്മ കൊടുക്കുന്നവനാണ്, എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്, ചോദിച്ചാൽ ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ്. അങ്ങനെയെങ്കിൽ നിനക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച് എന്റെ ജീവിതത്തിലേക്ക് നീ ദുരന്തങ്ങൾ അയക്കുമ്പോൾ ഞാൻ ഇനി എന്ത് പ്രസംഗിക്കും. അപ്പോൾ എന്റെ ദൈവം എന്നോട് പറഞ്ഞു, മോനെ ഇതാണ് ഏറ്റവും നല്ല കൂട്ട്. നിന്റെ അപ്പനും അമ്മയും നിന്നെ പിരിഞ്ഞു പോയപ്പോൾ, എല്ലാ ദുഃഖവെള്ളികളും നിന്നെ തേടിയെത്തുമ്പോൾ ചങ്കുറ്റത്തോടെ പറയണം, യേശുവെന്ന് പറയുന്ന കൂട്ടാണ് ആത്മീയത. യേശുവെന്ന് പറയുന്ന കൂട്ടാണ് ആത്മീയത. എല്ലാം തകർന്നടിഞ്ഞു നിൽക്കുമ്പോൾ ദൈവത്തെ അപ്പാ എന്ന് നീ ലോകത്തെ വിളിക്കാൻ പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാം തരുന്നതിന്റെ പേരല്ല അനുഗ്രഹം, കേട്ടോ. കാൽവരി കുരിശിലേക്ക് പോയ മറിയത്തിന് എല്ലാം കിട്ടിയൊരു അമ്മയല്ലെന്ന്. എല്ലാം തകർന്നടിഞ്ഞ് ഉത്തരമില്ലാത്ത ചോദ്യത്തിന് മുമ്പിൽ നിലവിളികൾ മാത്രം ഉയരേണ്ട ഒരു അമ്മ ഉത്തരം കൊടുത്തത് എങ്ങനെയാണ്? അപ്പാ നിന്റെ ഇഷ്ടം മാത്രം നിറവേറട്ടെ. ഈ തിരുനാൾ അങ്ങനെ ഒരു തിരുനാളൊക്കെ മാറ്റണം പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ കാലത്തിന്റെ പൂർണ്ണതയിൽ മക്കൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ അവർ പറയും, ഇങ്ങനെ ഒരു ദൈവമില്ല, ഇങ്ങനെ ഒരു ദൈവമില്ല. അതുകൊണ്ടല്ലേ അനേകം കുഞ്ഞുങ്ങൾ ഈ ദേവാലയത്തിൽ നിന്ന് മറ്റു കൂട്ടുകൾ തേറി ഓടുന്നത്. കാരണം യഥാർത്ഥ കൂട്ട് അത് ചിലപ്പോൾ സങ്കടപ്പെടുത്തുന്നതായിരിക്കാം, അത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതായിരിക്കാം, അത് ജീവിതം ഒരുപക്ഷെ ദുഃഖവലികളുടെ നടുവിലൂടെ കടത്തിവിടുന്നതായിരിക്കാം. അപ്പോഴും ജീവിക്കാനുള്ള ചങ്കൂറ്റത്തിന്റെ പേരാണ് ആത്മീയത. എല്ലാത്തിനും ഉത്തരം നൽകുന്നതിന്റെ പേരല്ല ഈ അൾത്താര, കേട്ടോ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. രോഗികൾക്ക് സൗഖ്യം എപ്പോഴും കൊടുക്കുന്നതിന്റെ പേരല്ല ഈ അൾത്താര. ജോലി എപ്പോഴും നൽകുന്നതിന്റെ പേരല്ല ഈ അൾത്താര. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ കുറെ നാളുകൾക്ക് ശേഷം ഇതൊരു ഹോട്ടലുകളൊക്കെ അവശേഷിച്ചു. കരയാൻ നമുക്കിനി സമയമില്ല, ജീവിക്കാനുള്ള സമയമാണ്. വെറുതെ കരഞ്ഞു തീർക്കരുത് ജീവിതം, ജീവിച്ചു തീർക്കുക, സന്തോഷിച്ചു തീർക്കുക, ആനന്ദിച്ചു തീർക്കുക. സങ്കടങ്ങളില്ലാത്തൊരു മനുഷ്യനില്ലെന്നേ, വേദനകളില്ലാത്തൊരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല. 5 ഗുളിക വരിക്കുന്ന മനുഷ്യനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. കഴിഞ്ഞ ദിവസം ഡോക്ടർ പറഞ്ഞു, അച്ഛാ ഇങ്ങനെ പോയാൽ അധികം നാളൊന്നും ജീവിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, സാരമില്ല, ജീവിക്കുന്ന ഇത്രയും കാലം മനുഷ്യർക്കൊരു കൂട്ടാവുക, അതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് സങ്കടങ്ങൾ അവസാനിപ്പിക്കാം. കുറെ കൂടെയൊക്കെ ആഴത്തിൽ ദൈവസ്നേഹത്തിൽ വളരട്ടെ. കുറെ കൂടെയൊക്കെ തിന്മയോട് നോ പറഞ്ഞുകൊണ്ട് നന്മയാകുന്ന ക്രിസ്തുവിനെ ചങ്കോട് ചേർത്ത് വെക്കാം. ഈ അൾത്താരയാണ് ഏറ്റവും നല്ല കൂട്ട്. വേറെ എവിടെ നിങ്ങൾ തെണ്ടാൻ പോകണ്ട. ദൈവം ആദ്യമായി സങ്കടപ്പെട്ടത് എന്തിനാണ്? ആദവും പാപം ചെയ്തപ്പോ. അങ്ങനെ അതിനേക്കാൾ മുമ്പ് ദൈവത്തിനൊരു സങ്കടം ഉണ്ടായിരുന്നു. എന്താ സങ്കടം എന്നറിയാവോ? ദൈവം മനോഹരമായി തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അവിടുന്ന് ഇങ്ങനെ ഒരു ഡയലോഗ് കൂട്ടിച്ചേർത്തു, അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഇതാണ് ദൈവത്തിന്റെ ആദ്യത്തെ സങ്കടം. മനുഷ്യന്, താൻ സൃഷ്ടിച്ച തന്റെ മനുഷ്യന് ഒരു തുണയില്ല, കൂട്ടില്ല എന്നതാണ് അവന്റെ ആദ്യത്തെ സങ്കടം. മനുഷ്യന് ഒരു കൂട്ടില്ല എന്നതായിരുന്നു അവന്റെ ആദ്യത്തെ സങ്കടം. എന്നാൽ ദൈവത്തിന്റെ പിന്നീട് എന്നേക്കുമായിട്ടുള്ള സങ്കടം എന്താണ്? അവൻ തന്നെ ചങ്കിൽ കൈവച്ച് പറയാണ്, ഞാൻ തന്നെയാണല്ലേ മണ്ടത്തരം ചെയ്തേ, അവനൊരു കൂട്ട് കൊടുത്തല്ലോ, അല്ലേ?
ആ കൂട്ട് കൊടുത്തത് തന്നെ അവനൊരു ചതിയായി മാറി എന്നതാണ് ദൈവത്തിന്റെ എന്നേക്കുമുള്ള സങ്കടം. ആ സങ്കടത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം തന്റെ ചങ്കിലെ ചോരയായിരുന്ന തന്റെ പ്രിയപ്പെട്ട മകനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത്. മനുഷ്യൻ ദൈവത്തെ ചതിച്ചതിന്റെ പേരിൽ ആ ചതിയിൽ നിന്നും മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവം തന്റെ ചങ്കിലെ ചോരയായിരുന്ന തന്റെ പ്രിയപ്പെട്ട മകനെ ഭൂമിയിലേക്ക് അയച്ചതിന്റെ പേരാണ് ഉണ്ണിമിശിഹ എന്ന് പറയുക. ഈ ദേവാലയം നമുക്കറിയാം ഉണ്ണിമിശിഹയുടെ നാമത്തിലൊന്നുമല്ല. ഏതാണ് ഇതിന്റെ പേര്? ഹോളി ക്രോസ് എന്നാണ്, കുരിശ് എന്നാണ്, വിശുദ്ധ കുരിശിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു ദേവാലയം. പിന്നെ എന്തുകൊണ്ടാണ് ഈ കുരിശിനെ ധ്യാനിക്കുന്ന ഈ നടവയൽ ദേശം ഈ ഉണ്ണിമിശിഹായെ ഇത്രമേൽ സ്നേഹിക്കാനുള്ള കാരണം? ക്രിസ്തുമസ് നമ്മൾ ആഘോഷിച്ചു. ക്രിസ്തുമസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ? എന്താ ക്രിസ്തുമസ്? ക്രൈസ്റ്റ് മാസ് എന്നാണ്. ക്രിസ്തുവിന്റെ ജനനം എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ക്രൈസ്റ്റ് മാസ് എന്ന് പറഞ്ഞാൽ ഒരു ദൈവം ഭൂമിയിലേക്ക് ജനിച്ചപ്പോ, നമ്മളൊക്കെ ജനിക്കുന്നത് സന്തോഷം കൊണ്ടാണ് വിശേഷിപ്പിക്കുക. ജനനം അത് സന്തോഷമാണ്. എന്നാൽ ദൈവത്തിന്റെ കുഞ്ഞ് ഭൂമിയിലേക്ക് പിറന്നത് ബലിയായിട്ടാണ്. ബലി, ആ ബലി പൂർത്തിയാക്കപ്പെട്ടത് കാൽവരിയിലെ കുരിശ് മരണത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ബലിക്ക് ഏറ്റവും അനുയോജ്യമായ വിഷയം അത് കുരിശ് തന്നെയാണ്. ആ കുരിശിൽ മരണപ്പെട്ട ക്രിസ്തുവിനെ ഓർക്കുക എന്നതാണ് ആത്യന്തികമായും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ കൂട്ടെന്ന് പറയാം, അല്ലെ? ആ കൂട്ട് നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ് നമ്മുടെയൊക്കെ ഏറ്റവും ജീവിതത്തിന്റെ പരാജയം. നമുക്കൊക്കെ ഉള്ള സങ്കടം അതല്ലേ, എനിക്കൊരു കൂട്ടില്ല. ആത്യന്തികമായി നമ്മുടെയൊക്കെ വിഷയം അതാണ്. അച്ഛാ, സ്നേഹിക്കാൻ ആരുമില്ല. എന്താ പറയുക? കൂട്ടില്ലെന്നുള്ള. എന്നെ സ്നേഹിക്കാൻ, എന്നെ പരിഗണിക്കാൻ, എന്നെ ഒന്ന് മനസ്സിലാക്കാൻ, എന്നെ ഒന്ന് കരുതാൻ എനിക്കാരുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന വിഷയം എനിക്കൊരു കൂട്ട് ഇല്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കൂട്ടില്ലാത്തതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ഒരു ദൈവജനത്തിന് വേണ്ടി ദൈവം ഭൂമിയിലേക്ക് അവതരിപ്പിച്ചതാണ് ഈ വിശുദ്ധ അൾത്താര എന്ന് പറയുക. കാൽവരി കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ബലിയുടെ ഏറ്റവും മഹത്തരമായ ആഘോഷമാണ് ഈ അൾത്താരയിൽ ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു കൂട്ട് ദൈവത്തിന് നമുക്ക് നൽകാനില്ല. തന്റെ ഏകജാതരെ നൽകാൻ തക്കവിധം ദൈവം ഭൂമിയെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്നേഹമെന്നാൽ അത് തന്റെ ചങ്കിലെ ചോരയായ മകനെ ഭൂമിയിലേക്ക് പറഞ്ഞുവിട്ട് അവനെ കൊല്ലാൻ അനുവദിച്ചു. അവനൊരു ബലിയാക്കി മാറ്റി, അവനൊരു അപ്പമാക്കി മാറ്റി, മനുഷ്യകുലത്തിൽ എന്നേക്കുമായി അവനൊരു കൂട്ടുകൊടുത്തു എന്നതാണ് ദൈവ സ്നേഹമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ തേടിപ്പോകുന്നത് മറ്റ് സ്നേഹങ്ങളാണ്, മറ്റ് കൂട്ടുകളാണ് എന്നതാണ് നമ്മൾ നിരാശയിൽ എത്തി നിൽക്കാനുള്ള കാരണം. ഉത്സവ പിറ്റേന്ന് എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട്. ഉത്സവ പിറ്റേന്ന് ഈ നടവയൽ ദേശം ഇന്ന് ഉത്സവത്തിന്റെ രാവുകളാണ്. ഏറെ ദിവസങ്ങളായി മാധ്യമങ്ങൾ തുറന്നാൽ നടവയലിനെ കുറിച്ചുള്ള വാർത്ത മാത്രമേ കേൾക്കാനുള്ളൂ. നടവയലിന്റെ ആഘോഷങ്ങളും ആർഭാടങ്ങളും തോരണങ്ങളും വർണ്ണവിസ്മയങ്ങളും മക്കൾക്കെല്ലാം വേണ്ടി ഒരുക്കപ്പെട്ട കളിക്കളങ്ങളുമൊക്കെ ഈ ദേശത്തിന്, വയനാടിന് ഒരു ഉത്സവം തന്നെയാണ്. എന്നാൽ ഉത്സവ പിറ്റേന്ന് എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട്. ഈ നീണ്ട ഒരാഴ്ച കാലങ്ങൾക്കൊടുവിൽ നാളെ ഈ പള്ളി അങ്കണം ഏകാന്തതയുടെ ഒരു അങ്കണമായി മാറും. ശരിയല്ലേ? പൊട്ടിത്തീർന്ന ബലൂണുകളും പൊട്ടിത്തീർന്ന തോരണങ്ങളും കഴിച്ച അവശിഷ്ടങ്ങളും ഒക്കെ ദുർഗന്ധങ്ങളായി കണ്ണിന് കാഴ്ചകൾക്ക് യാതൊരു ഭംഗിയും കൊടുക്കാത്ത, മനസ്സിന് യാതൊരു കുളിർമയാകാത്ത, ആരെയും ഈ പള്ളി അങ്കണത്തിലേക്ക് ആകർഷിക്കപ്പെടാത്ത ഒരു ചീഞ്ഞു നാറുന്ന അവശിഷ്ടങ്ങളുടെ ഇടമായി ഈ ദേശം അവസാനിക്കും. നമ്മളൊക്കെ വൃത്തിയാക്കും, എങ്കിലും ഇതിലേക്ക് ആരും നാളെ മുതൽ ആകർഷിക്കപ്പെടില്ല. അങ്ങനെ ആകർഷിക്കപ്പെടാതെ ഏകാന്ത മൂകതയുടെ പടിയിറങ്ങുമ്പോൾ ഈ അൾത്താരക്കരികിലേക്ക് വരാൻ കൊതിക്കുന്ന ഏതെങ്കിലും മനസ്സ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് തിരിശേഷിപ്പ്. എല്ലാം നഷ്ടപ്പെട്ടിട്ട്, ഒറ്റപ്പെട്ടിട്ട്, കൂട്ടു നഷ്ടപ്പെട്ട്, ഈ ആഘോഷങ്ങളും ആർഭാടങ്ങളും ഇല്ലാത്ത, തോരണങ്ങളില്ലാത്ത, ജൈവിളികളില്ലാത്ത, വാദ്യമേളങ്ങളുടെ ആഘോഷങ്ങളില്ലാത്ത, ആകാശ വിസ്മയങ്ങളില്ലാത്ത, ഭക്ഷിക്കാൻ ഭക്ഷണ മേശകൾ ഒരുക്കപ്പെടാത്ത ഈ അൾത്താരയ്ക്ക് ചുറ്റിലേക്കും ആരെങ്കിലും ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ അവന്റെ പേരാണ് തിരിശേഷിപ്പ്. ബാക്കിയെല്ലാം അവശിഷ്ടങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മിലേക്കും ഈ ഒരു ആകർഷണം നഷ്ടപ്പെടുന്നു എന്നതാണ്. നമ്മളൊക്കെ ഇങ്ങനെ ചീഞ്ഞു നാറുന്ന ചില അവശിഷ്ടങ്ങളായി ഒടുങ്ങിപ്പോവുകയാണ്.
ഞാനും നിങ്ങളുമൊക്കെ മരിക്കും. എന്തുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ടവരുടെ തിരുനാള് നമ്മൾ ഇത്രമേൽ ആഘോഷിക്കുന്നത്? മരണ തിരുനാളാണല്ലോ. ഇരിക്കുന്ന സെബസ്ത്യാനോസും പരിശുദ്ധ അമ്മയും യൗസേപ്പിതാവും ഒക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് സ്വന്തം കട്ടിലിൽ കിടന്ന് മരിച്ച ഒരു വിശുദ്ധന്റെയും ചരിത്രം നമുക്കില്ല. കൈകാലുകൾ കുച്ചിക്കെട്ടി മരത്തിൽ ആണികൾ തറച്ച് കുന്തം കൊണ്ട് എയ്ത് അത് ചാവാത്തത് കൊണ്ട് ഗത കൊണ്ടടിച്ച് കൊല്ലപ്പെട്ട ഒരു മനുഷ്യന്റെ ഈ ശവശരീരത്തിലേക്ക് അനേകായിരങ്ങൾ ആകർഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവൻ കണ്ടെത്തിയ കൂട്ട് ഈ അൾത്താരയായിരുന്നു. എല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോൾ, കഴുത്ത് അറുത്തെടുക്കപ്പെടുമ്പോൾ, കണ്ണ് ചൂഴ്ന്നെടുക്കപ്പെടുമ്പോൾ, കൈകാലുകൾ കൂച്ചിക്കെട്ടി മരത്തിൽ ആണികൾ തറയ്ക്കപ്പെടുമ്പോൾ, സിംഹക്കൂട്ടിലേക്ക് എറിയപ്പെടുമ്പോൾ, തിളക്കുന്ന എണ്ണയിലിട്ട് വറുത്തെടുക്കപ്പെടുമ്പോൾ ഈ മനുഷ്യരുടെ ശവശരീരത്തെ ചീഞ്ഞു നാറിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിലും അവർ ആത്മാക്കൾക്ക് ജീവൻ ഉണ്ടായിരുന്ന കാരണം അവർ കണ്ടെത്തിയ കൂട്ട് ഈ അൾത്താരയായിരുന്നു, ഈ ഉണ്ണിമിശിഹായായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കണ്ടെത്തേണ്ട കൂട്ട് മറ്റൊന്നുമല്ല, ഈ അൾത്താര തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ദേവാലയ അങ്കണത്തിലേക്ക് അനേകം മനുഷ്യരെ ആകർഷിക്കാൻ കാരണം ഇത് ഉണ്ണിമിശിഹായുടെ ദേവാലയമായതുകൊണ്ടാണ്. യഥാർത്ഥ കൂട്ടുള്ള മിശിഹ ഈ അൾത്താരയിൽ നമുക്കായി ഒരുക്കപ്പെടുന്നത് കൊണ്ടാണ്. രണ്ട് ചിന്തകളെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒന്ന്, ഈ ഉണ്ണിമിശിഹ നമ്മളെ ഓർമ്മപ്പെടുത്തുക ജനിക്കാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ്. ജനിക്കാനായിട്ട് അനുവദിക്കുക. എന്താണ് ജനിക്കാനുള്ള അനുവാദം? ഇന്നെല്ലാം നശിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സുരക്ഷിതമായ ഇടം അതൊരു അമ്മയുടെ ഗർഭപാത്രമാണ്, അല്ലേ? ഇതിനേക്കാൾ മഹോത്തരമായ സുരക്ഷിതമായ ഒരിടം ഈ ഭൂമിയിലില്ല. എന്നാൽ ഇഷ്ടങ്ങൾക്കും മോഹങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഇച്ഛകൾക്കും സൗന്ദര്യത്തിനും ജോലിക്കും ആർഭാടങ്ങൾക്കും വേണ്ടി മനുഷ്യനെ ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, മക്കളെ നിങ്ങൾ ജനിക്കാനായിട്ട് അനുവദിക്കണം. ഈ ഉണ്ണിമിശിഹ നമ്മുടെ അൾത്താരയിൽ ഈ ദേശത്ത് അനുഗ്രഹമായി തീരാൻ കാരണം ആ ഉണ്ണിമിശിഹായെ ജനിക്കാൻ അനുവദിച്ച ഒരമ്മയുടെയും അപ്പന്റെയും കഥ ഈ ഉണ്ണിമിശിഹായ്ക്ക് പറയാനുണ്ട് എന്നതാണ്. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് ജീവിതം മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് ഒരു ദുരന്തം പോലെ മാലാകമെന്ന് പറഞ്ഞു, മോളെ നീ ഗർഭിണിയാക്കപ്പെടുകയാണ്. ഏതൊരു പെണ്ണിനാണ്? ഒരു പിഞ്ച് പെണ്ണാണ്. ഇരിക്കുന്ന മാതാവൊന്നുമല്ല, ഈ ഇരിക്കുന്ന കുഞ്ഞാണ്. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് ദുരന്തം പോലെ ഒരു മാലാകമെന്ന് പറയാണ്, മോളെ നീ ഗർഭിണിയാക്കപ്പെടാൻ പോവുക. ഏതൊരു കുഞ്ഞാണ് അതിനെ സ്വീകരിക്കുക? ഏറെ വിശുദ്ധമായി ജീവിച്ചിരുന്ന, ഏറെ പവിത്രമായി ജീവിച്ചിരുന്ന, ജീവിതം മുഴുവൻ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് ഒരു ദുരന്ത വാർത്തയാണത്. നമുക്കൊരു മംഗള വാർത്തയാണെങ്കിൽ ആ രാത്രിയിൽ ഈ മറിയത്തിന് അതൊരു ദുരന്ത വാർത്തയായിരുന്നു. കാരണം എന്താ കാരണം? ഏറെ വിശുദ്ധിയായി ജീവിച്ചിരുന്നു. അതിനേക്കാൾ ഉപരിയായി ഒട്ടും ആഗ്രഹിക്കാതെ ഒരു ചെറുപ്പക്കാരനുമായി വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്ന ഒരു പെണ്ണാണ്. നാളെ ആ ചെറുപ്പക്കാരൻ തള്ളിപ്പറഞ്ഞാൽ ഇന്ന് വരെ വിശുദ്ധിയായി ജീവിച്ചിരുന്ന ആ പെൺകുട്ടി നാളെ അശുദ്ധ എന്ന് വിളിക്കപ്പെടും. അശുദ്ധിക്കുള്ള ശിക്ഷ എന്താണ്? വേശ്യ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിക്കുള്ള ശിക്ഷ ഈ റോഡിലൂടെ നടത്തി ശരീരത്തിലെ വസ്ത്രങ്ങൾ വലിച്ചു കീറി കല്ലുകൾ എറിഞ്ഞ് കൊല്ലപ്പെടുക എന്ന ജീവിതമാണ്. അങ്ങനെ നാളെ ഒരു ദുരന്തത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, ഒരു രാത്രി താൻ മരിക്കുന്നത് മുന്നിൽ കണ്ടുകൊണ്ട്, ആ രാവിൽ തെല്ലുമിടം കൊടുക്കാതെ, ആരോടും ആലോചന ചോദിക്കാതെ, വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്ന യോസേപ്പിതാവുമായി ഒന്ന് ആലോചനയ്ക്ക് പോലും ഇടം കൊടുക്കാതെ ആ രാത്രിയിൽ ഒരു മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ മറിയം പറഞ്ഞു, അപ്പാ നിന്റെ ഇഷ്ടം മാത്രം നിറവേറട്ടെ. ജനിക്കാൻ, തനിക്ക് ദൈവം തന്ന കുഞ്ഞിനെ ജനിക്കാൻ അനുവദിച്ച ഒരമ്മയെ മറന്ന് ഉണ്ണിമിശിഹായുടെ തിരുനാൾ നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല. അവിടെയും തീർന്നില്ലല്ലോ. ഈ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഹൃദയത്തിൽ ഏറ്റെടുത്ത നാൾ മുതൽ ദുരന്തങ്ങൾ മാത്രമാണ്. വേലക്കാരനായ ഒരു യോസേപ്പ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മാത്രം കൂട്ടിനുള്ള ഈ പാവപ്പെട്ട പെൺകുട്ടി നടന്നു നീങ്ങിയത് അവളുടെ പ്രസവത്തിന്റെ പൂർണ്ണ അവസ്ഥയിൽ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഒന്ന് പെറ്റിടാൻ വേണ്ടി സത്രങ്ങൾ കയറി മുട്ടിവിളിച്ചു. എന്താ കാരണം? ജനിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ, ലോകത്തിന്റെ രക്ഷകനാണ്. കർത്താവ് കൊടുത്തൊരു കുഞ്ഞാണ് ഉദരത്തിൽ കിടക്കുന്നത്. അത് ലോകത്തിന്റെ രക്ഷകനായി വളർത്തണമെന്ന ആഹ്വാനം ഉള്ളത് കൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ ജനിക്കാൻ ഒരു പട്ടുമെത്ത അന്വേഷിച്ച് സത്രങ്ങൾ കയറി മുട്ടിവിളിക്കുന്ന ഒരു അമ്മ
ഏതൊരമ്മയാണ് തകർന്നു പോകാതിരിക്കുക? കാരണം ആ മുട്ടലുകളെല്ലാം നിന്ദനങ്ങളും പരിഹാസങ്ങളുമായി ആട്ടിപ്പായ്ക്കപ്പെടുമ്പോൾ 13 വയസ്സ് പൂർത്തിയാക്കപ്പെട്ട 14-ാമത്തെ വയസ്സിൽ കാലെടുത്ത് വെച്ചൊരു പാവപ്പെട്ട കുഞ്ഞ് നിറവയറുമായി തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഓടുന്നതിന്റെ നടുവിൽ ഒരു കാലിത്തൊഴുത്തിലെ പിള്ളക്കച്ചയിൽ മരം കോച്ചുന്ന തണുപ്പത്ത് പെറ്റിടേണ്ടി വന്ന ഗതികെട്ട പെണ്ണിന്റെ പേരാണ് മറിയം. അപ്പോഴും അവൾ ആ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കാണിച്ച ചങ്കൂറ്റമാണ് ഇന്ന് ഈ അൾത്താരയിൽ ഒരു ഉണ്ണി മിശിഹ നമുക്കുള്ളത്. യോസേഫ് പിതാവിന്റെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നില്ലേ? 30 വയസ്സോളം കാലം ഒരു പെണ്ണിന് വേണ്ടി തെണ്ടി നിറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് ഈ അപ്പൻ. 30 വയസ്സുകാലം എല്ലാ വികാരങ്ങളും സ്വപ്നങ്ങളും മനസ്സിൽ താളം കെട്ടി ആ ഒരു പെണ്ണിന് വേണ്ടി തെണ്ടി നടന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ യോസേഫ് പിതാവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അവന് വേണമെങ്കിൽ ഒറ്റ വാക്കുകൊണ്ട് ഈ പെണ്ണിനെ കൊന്നുകളയാമായിരുന്നു. ഒറ്റ വാക്കുകൊണ്ട് ഈ കുഞ്ഞിനെ കൊന്നുകളയാമായിരുന്നു. തന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞൊരു രാവിൽ അവൻ തന്റെ കണ്ണുകളെ മൂടപ്പെട്ടു എന്ന് പറയാം. കണ്ണടച്ചിരിക്കുന്ന യോസേഫ് പിതാവിനെ നമ്മൾ കണ്ടിട്ടില്ലേ? കണ്ണടച്ച് കിടക്കുന്ന യോസേഫ് പിതാവ്. എന്താ അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ. അന്ന് രാത്രിയിൽ അവന്റെ സ്വപ്നങ്ങളുടെ മേൽ അവൻ കണ്ണുകൾ അടച്ചു. അവന്റെ പുറം കാഴ്ചകളെ അവൻ അവസാനിപ്പിച്ചു. പിന്നീട് അവൻ കണ്ടതെല്ലാം സ്വർഗത്തിന്റെ കണ്ണുകൾ കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ കണ്ണുകളെ കൊണ്ട് ഭൂമിയെ നോക്കിക്കണ്ടപ്പോൾ ഒരമ്മയും ഒരു കുഞ്ഞിനും ജനിക്കാൻ ഈ അപ്പന് അനുവാദം കൊടുക്കാനായിട്ട് പറ്റി. അതുകൊണ്ടാണ് ഇന്ന് ഈ അൾത്താരയിൽ ഒരു ഉണ്ണി മിശിഹ നമുക്കായി ഒരുക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ: ജനിക്കാൻ അനുവാദം കൊടുക്കേണ്ടതിന്റെ തിരുനാളാണിത്. എത്രയോ തിരുനാളുകൾ കടന്നുപോയി. നാളെ ഈ തിരുനാളുകൾക്കൊടുവിൽ കൂട്ടില്ലാതെ നമ്മളും അവശേഷിക്കും. ഏകാന്തതയുടെ മൂകതയുടെ ഒരു ജീവിതം നാളെ വീണ്ടും നമ്മൾ ആഘോഷിക്കണം. ഒറ്റപ്പെടല്, വീട്ടിൽ ചെന്നാൽ സ്നേഹിക്കാൻ ആരുമില്ല, കരുതാൻ ആരുമില്ല, പങ്കുവെക്കാൻ ആരുമില്ല. ഒരു കൂട്ട് തേടി അലയുമ്പോൾ ഈ ഉണ്ണി മിശിഹായെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും നല്ല കൂട്ട് അത് പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേഫ് പിതാവും തെരഞ്ഞെടുത്ത ഞാനാകുന്ന കൂട്ടാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ജനിക്കാനായിട്ട് അനുവദിക്കുക. എന്താണ്? എന്റെയും നിങ്ങളുടെയും ഒക്കെ ഉദരത്തിൽ ഉരുവാകുന്ന പുണ്യങ്ങളുടെ പേരാണ് ക്രിസ്തു എന്നത്. ഒരു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കാൻ ഇനി നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഫ്രാൻസിസ് സേവ്യർ പറയുക, ഇനി കാണേണ്ടത് അവന്റെ കണ്ണുകളെ കൊണ്ടാണ്, ഇനി തൊടേണ്ടത് അവന്റെ കരങ്ങളിലൂടെയാണ്, ഇനി നടക്കേണ്ടത് അവന്റെ കാലുകളായിട്ടാണ്, ഇനി സ്പർശിക്കേണ്ടത് അവന്റെ കരങ്ങളാണ്, ഇനി ജീവിക്കേണ്ടത് അവനായിട്ടാണ്. ഇനി ഒരു ഉണ്ണി മിശിഹ ഈ ഭൂമിയിൽ ജനിക്കുക അസാധ്യമാണ്. ഇനി ഒരു ഉണ്ണി മിശിഹ അത് രൂപങ്ങൾ മാത്രമാണ് പ്രദക്ഷിണമായി ഘോഷയാത്രകളായി നടന്നെടുക്കുന്നതെങ്കിൽ അസീസിയിലെ ഫ്രാൻസിസിനെ നോക്കി അനേക കാര്യങ്ങൾ ചോദിച്ചില്ലേ? എല്ലാ സുഖ സൗകര്യങ്ങളുടെ മധ്യത്തിലൂടെ നടന്നുപോയവൻ, എല്ലാ ആർഭാടുകളും ഉണ്ടായിരുന്നവൻ, സമ്പത്തേറെ ഉണ്ടായിരുന്നവൻ, അറിവ് ഏറെ ഉണ്ടായിരുന്നവൻ, ഒടുവിലായി ക്രിസ്തു എന്ന് പറയുന്ന കൂട്ടിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവന്റെ അപ്പം പറഞ്ഞു, മോനെ, നീട്ടിരിക്കുന്ന വസ്ത്രം ഞാൻ നിനക്ക് തയ്ച്ചു തന്നതാ, നീട്ടിരിക്കുന്ന വസ്ത്രം ഞാൻ നിനക്കായി ഒരുക്കി തന്നതാ. അതുകൊണ്ട് ഈ വസ്ത്രമിട്ട് നിനക്ക് ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ കഴിയില്ല. ഈ വസ്ത്രമിട്ടുകൊണ്ട് നിനക്ക് ക്രിസ്തു എന്ന് പറയുന്ന കൂട്ട് തേടി പോകാൻ പറ്റില്ല. ഈ ഏറ്റവും നല്ല കൂട്ട് ഞാനാടാ മോനെ, ഏറ്റവും നല്ല കൂട്ട് സമ്പത്താടാ മോനെ, ഏറ്റവും നല്ല കൂട്ട് അറിവാടാ മോനെ. അവൻ പറഞ്ഞ, അപ്പൻ തന്ന ഈ വസ്ത്രം മാത്രമേ ഈ കൂട്ടിനുള്ളൂ. അപ്പൻ തന്ന ഈ അറിവ് കാലത്തിന്റെ പൂർണ്ണത നഷ്ടപ്പെട്ടു പോകും. അപ്പൻ തന്നെ ജീവിതം കാലത്തിന്റെ പൂർണ്ണത നഷ്ടപ്പെട്ടു പോകും. അപ്പൻ തന്നെ വസ്ത്രം കാലത്തിന്റെ പൂർണ്ണതയിൽ എന്നെ നഗ്നനാക്കി മാറ്റും. എന്നാൽ എന്റെ കൂട്ടന്റെ ദൈവമാണ്. ഉടുതുണി ഉരിഞ്ഞു വെച്ച് അപ്പന്റെ മുമ്പിൽ വെച്ചിട്ട് നാട്ടിൽ ഇറങ്ങി നഗ്നനായി ദൈവത്തെ പ്രഘോഷിച്ച അസീസിലെ ഫ്രാൻസിസിനെ നോക്കി അനേക കാര്യങ്ങൾ ചോദിച്ചില്ലേ? ഫ്രാൻസിസ്, നിന്നിൽ ക്രിസ്തു മണക്കുന്നുണ്ടല്ലോ. ഫ്രാൻസിസ്, നിന്നിൽ ക്രിസ്തു മണക്കുന്നുണ്ടല്ലോ. എത്രയോ നാളായില്ലേ ഞാനും നിങ്ങളുമൊക്കെ ക്രിസ്തുവിനെ ഭക്ഷിക്കാൻ തുടങ്ങിയിട്ട്. ഇതാണ് ജനിക്കാൻ അനുവദിക്കുക. എന്നാണ് ഒരു ക്രിസ്തുവിനെ ശരീരത്തിൽ ജനിക്കാനായിട്ട് അനുവദിക്കുക എന്നതാണ് ഏറ്റവും നല്ല ബലിയർപ്പണം. അത് എന്റെ ഉദരത്തിൽ ഉരുവാകുന്ന നന്മകളെ ജനിക്കാൻ അനുവദിക്കുക. അതാണ് മറ്റൊരു ക്രിസ്തു ആവുക. ഒന്ന് പുഞ്ചിരി എന്റെ ഉദരത്തിൽ ഉരുവാകുന്ന ഒരു കുഞ്ഞാണ്. ഒരു ക്ഷമ എന്റെ ഉദരത്തിൽ ഉരുവാകുന്ന ഒരു കുഞ്ഞാണ്. ജീവിക്കാൻ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള കൃപ എന്റെ ഉദരത്തിൽ ഉരുവാകുന്ന ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ജനിക്കാൻ അനുവദിക്കുക. എവിടെയാണ്? എല്ലാ പ്രതിസന്ധികളുടെ നടുവിൽ. പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേഫ് പിതാവും എല്ലാ പ്രതിസന്ധികളുടെ നടുവിൽ തന്റെ കുഞ്ഞിനെ ജനിക്കാൻ അനുവദിച്ചതുപോലെ എന്റെ ഉദരത്തിൽ ഉരുവാകുന്ന പുണ്യങ്ങളുടെ കുഞ്ഞിനെ ഈ ഭൂമിയിൽ എല്ലാ പ്രതിസന്ധികളുടെ നടുവിൽ ജനിക്കാൻ അനുവദിച്ചാൽ ഞാൻ മറ്റൊരു ക്രിസ്തുവായി തീരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ തിരുനാളിൽ നിങ്ങളോട് എനിക്ക് ഓർമ്മിക്കാനുള്ളത് ഒന്നേ ഉള്ളൂ. ഒരു കാര്യം ഇതാണ്: ജനിക്കാൻ അനുവാദം കൊടുക്കുക.
2, ജീവിക്കാൻ അനുവാദം കൊടുക്കുക. ജീവിക്കാൻ അനുവാദം കൊടുക്കുക. ഇന്ന് എവിടെയും ജീവിക്കാൻ അനുവാദം കൊടുക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. അത് സഭയിലില്ല, സമൂഹത്തിലില്ല, രാഷ്ട്രമില്ല, ഒരിടത്തുമില്ല. സ്വന്തം കുഞ്ഞിനെ അമ്മിഞ്ഞപ്പാലിൽ വിഷം കൊടുത്ത് കൊന്നുകളയുന്ന അധപതിച്ച ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ കൊല ചെയ്യപ്പെടുന്ന, ജീവിത പങ്കാളിയെ ചതിക്കുന്ന, അപ്പനെയും അമ്മയും അറുത്ത് ഒരു സൂക്കേഴ്സിൽ കൊണ്ടു നടക്കുന്ന ഗതികെട്ട ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്ത് തിരുനാള്! യെശയ്യാ പ്രവാചകൻ 1-ാം പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ തിരുനാളുകൾ എനിക്ക് സഹിക്കവയ്യ. നിങ്ങളുടെ തിരുനാളുകൾ എനിക്ക് സഹിക്കവയ്യ. കാരണം നിങ്ങൾ കൊല ചെയ്ത മനുഷ്യരാണ്, നിങ്ങൾ പാപത്തിന്റെ കറവുരണ്ട മനുഷ്യരാണ്. നിങ്ങൾ എന്ത് തിരുനാളാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നത്? ജീവിക്കാൻ അനുവദിക്കാതെ എന്ത് തിരുനാളാണ് പ്രിയപ്പെട്ടവരെ? ജീവിക്കാൻ അനുവദിക്കുന്നതാണ് ഏറ്റവും നല്ല തിരുനാള്. കണ്ടോ, ഈ മറിയത്തിലേക്കും യൗസേപ്പ് പിതാവിലേക്കും നമുക്ക് പോകാം. തന്റെ കുഞ്ഞിനെ ജന്മം കൊടുത്തതിന്റെ പേരിൽ ഗതികെട്ടൊരു അമ്മയായി മാറിയവളാണ് മറിയം. ഇല്ലേ, ചില മാതാപിതാക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പെണ്ണ് പെറ്റതിന്റെ പേരിൽ ഈ കുടുംബം തകർന്നല്ലോ കർത്താവേ. പറയരുത് അങ്ങനെ. ഈ പെണ്ണ് പെറ്റതിന്റെ പേരിൽ എന്റെ കുടുംബം തകർന്നല്ലോ ദൈവമേ. ഇല്ല, നമ്മളൊക്കെ പറയാറില്ലേ, ഇതുപോലെ ഈ 14 വയസ്സുള്ള പെൺകുട്ടി പെറ്റതിന്റെ പേരിൽ ഒരു ദേശം തകർക്കപ്പെട്ട പെണ്ണാണ് അവള്. 2 വയസ്സിന് താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയണമെന്ന കൽപ്പന പുറപ്പെടുവിച്ചു ഈ പെൺകുട്ടി പെറ്റതിന്റെ ഒറ്റ പേരിൽ. അറിയോ നിങ്ങൾക്ക്? എന്നാൽ ഒരു ദൈവ കൽപ്പനയുണ്ട്, തനിക്ക് ലഭിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഒരു ഈശോ എന്ന പേരിട്ട് അവന് രാജ്യത്തിന്റെ, നാടിന്റെ രക്ഷകനായി വളർത്തണം. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിച്ചത് 460 കിലോമീറ്ററുകൾ ഈ ചോരക്കുഞ്ഞിനെ ചങ്കോട് ചേർത്ത് വെച്ചിട്ട് മരം കോച്ചുന്ന തണുപ്പത്തും ചുട്ടുപൊള്ളുന്ന വെയിലത്തും 460 കിലോമീറ്റർ നടന്നുപോയി ഒരു കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിച്ച ഒരു അമ്മയുടെ തിരുനാൾ കൂടിയാണിത്. അവിടെയും തീർന്നില്ല. തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ നാടിനും ഭൂമിക്കുമൊക്കെ പ്രിയപ്പെട്ട മകനായി വളർത്തിക്കൊണ്ടുവന്നു. ഒരു പട്ടിയെ തല്ലി ചതയ്ക്കുമാറ് തലങ്ങും വിലങ്ങും തല്ലി ചതച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗമുണ്ട്, ഇല്ലേ? ഈ 14 സ്ഥലങ്ങൾ നമ്മുടെ കുരിശിന്റെ വഴി, നമ്മുടെ മുറ്റത്ത് മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന കുരിശിന്റെ വഴി. ആ കുരിശിന്റെ വഴിയിൽ ഒരമ്മ ഇത്രമേൽ തകർന്നു പോയ ഒരു നിമിഷമാണ്. നീളത്തിലുള്ള ചാട്ടമാറ്, ആ ചാട്ടമാറ് നിറയെ മുള്ളുകളും ഇരുമ്പാണികളും. ആ മുള്ളുകളും ഇരുമ്പാണികളും ശരീരത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ ചോര ചിന്നിച്ചിതറും, ശരീരത്തിലെ ദശ പറഞ്ഞു തെറിക്കും. അത് ചിറ്റിയതും അത് തെറിച്ചതും ഈ മറിയത്തിന്റെ ശരീരത്തിലേക്കാ. പക്ഷേ അവൾ ആ കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിച്ചു, തടഞ്ഞില്ല. ജീവിതം എന്നാൽ അത് അനുഗ്രഹത്തിന്റെ ഒരു ലിസ്റ്റ് അല്ല പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ ഇന്ന് പറയാറില്ലേ, എന്തിനാ നമ്മൾ ധ്യാനം കൂടാൻ വേണ്ടി പോകുന്നേ? രക്ഷപ്പെടാൻ, അനുഗ്രഹം കിട്ടാൻ. എന്തിനാ കൺവെൻഷന് പോകുന്നേ? രക്ഷപ്പെടാൻ, അനുഗ്രഹം കിട്ടാൻ. എന്തിനാണ് നോമ്പെടുക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്? എത്രയോ നവവായനകളുടെ ലിസ്റ്റ് ഇപ്പോൾ ഇവിടെ വായിച്ചു. എന്തിനാ ഈ പ്രാർത്ഥന മുഴുവൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്? എങ്ങനെയല്ലേ രക്ഷപ്പെടുക? എന്താ രക്ഷ? രക്ഷയെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു രക്ഷയുടെ നാമമല്ല. ഇന്ന് അറിയപ്പെടുന്ന ഒരു പ്രോസ്പെരിറ്റി ഗോസ്പല, അത്ഭുതത്തിന്റെ പിന്നാലെ ഓടുന്ന ഒരു ഗതികെട്ട തലമുറയാണ് നമ്മൾ ജീവിച്ചിരിക്കുക. ഓക്കെ, ഈ കുഞ്ഞുങ്ങൾ ചോദിക്കും, അപ്പ അമ്മേ, ഈ തിരുനാൾ നമ്മൾ മനോഹരമായി നടത്തിയില്ലേ? എത്രയോ മനോഹരമായി ഈ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു. എത്രയോ മനോഹരമായി നമ്മൾ ജപമാല പങ്കെടുത്തു. എത്രയോ മനോഹരമായി നമ്മൾ ഉണ്ണിമിശിഹായുടെ തീർത്ഥാടനം നടത്തി. എത്രയോ മനോഹരമായി നമ്മൾ ഈ ബലിപീഠത്തിൽ ബലിയർപ്പിച്ചു. എന്നിട്ട് എന്താ അപ്പ അമ്മേ നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹം കിട്ടാത്തത്? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടിപ്പോ. ഓക്കെ, കാൽവരി കുരിശിലേക്ക് യാത്ര ചെയ്ത അമ്മയ്ക്കും ഉത്തരം മുട്ടിയൊരു യാത്രയായിരുന്നു. കാൽവരി കുരിശിലേക്ക് തന്റെ മകനെ, ലോകരക്ഷകനെ, ഒരു പട്ടിയെ തല്ലി ചതയ്ക്കുമാറ് തലങ്ങും വിലങ്ങും തല്ലി ചതച്ചുകൊണ്ട് പോയപ്പോൾ ഉത്തരം മുട്ടിയൊരു അമ്മയായിരുന്നു. ഉത്തരമുട്ടിയൊരു അമ്മയാ. കാൽവരി കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന മകൻ, ആകാശത്തിനും ഭൂമിക്കും മധ്യേ പിടഞ്ഞു മരിക്കുന്ന മകൻ, നാവ് തൊണ്ടയോട് എത്തിച്ചേർന്ന മകൻ ഒടുവിലായി പ്രാണവേദനയോടെ അമ്മയോട് കരഞ്ഞു, അമ്മാ എനിക്ക് ദാഹിക്കുന്നു, അമ്മാ എനിക്ക് ദാഹിക്കുന്നു. പ്രാണവേദന അനുഭവിക്കുന്ന മകന്റെ നാവിൻ തുമ്പിൽ ഒരിറ്റ വെള്ളം കൊടുക്കാതെ ഗതികെട്ടു നിൽക്കുന്ന അമ്മയ്ക്ക് ഉത്തരം മുട്ടിയ അമ്മയായിരുന്നു. ഒടുവിലായി ആ ശരീരത്തെ എടുത്ത് മടിയിൽ വെച്ചു കൊടുക്കുമ്പോൾ ഒരിടം പോലും തൊടാനായിട്ടില്ല. മുറിവില്ലാത്തൊരിടം പോലും ബാക്കിയില്ല. ആ മുറിവില്ലാത്തൊരിടം പോലും ഇല്ലാതെ ചത്തുകിടക്കുന്ന മകന്റെ മുമ്പിൽ ഉത്തരം മുട്ടിയൊരു അമ്മയായിരുന്നു. ഒടുവിലായി സ്വന്തമെന്ന് പറയാൻ, ലോകരക്ഷകനെ കുഴിച്ചിടാൻ സ്വന്തമെന്ന് പറയാൻ ഒരു കല്ലറയില്ലാതെ വാടക കല്ലറയിൽ കുഴിച്ചിടേണ്ടി വന്നപ്പോഴും ഉത്തരം മുട്ടിയൊരു അമ്മയായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ലോകമെല്ലാം ഇന്ന് ഉത്തരം തേടിയെത്തുന്നത് അവളുടെ മുമ്പിലാണ്.
എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉത്തരം നൽകുന്നതിന്റെ പേരല്ല ഈ അൾത്താര, കേട്ടോ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. രോഗികൾക്ക് സൗഖ്യം എപ്പോഴും കൊടുക്കുന്നതിന്റെ പേരല്ല ഈ അൾത്താര. ജോലി എപ്പോഴും നൽകുന്നതിന്റെ പേരല്ല ഈ അൾത്താര. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ കുറെ നാളുകൾക്ക് ശേഷം ഇതൊരു ഹോട്ടലുകളൊക്കെ അവശേഷിച്ചു പോകും. 16-ാമത്തെ വയസ്സിൽ എന്റെ കൺമുമ്പിൽ കിടന്ന് എന്റെ അമ്മ പിടഞ്ഞു മരിക്കാൻ നേരത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്, ദൈവമേ നീ എന്ത് ക്രൂരനാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രിയപ്പെട്ടവളായിരുന്ന എന്റെ അമ്മയെ ഒരു തീർത്ഥാടനത്തിന്റെ മധ്യത്തിൽ ദൈവം ക്രൂരമായി കൊന്നുകളഞ്ഞ് മുഖത്തൊരു ചുംബനം കൊടുക്കാൻ പോലും ബാക്കിയില്ലാതെ, ജീവിത പങ്കാളിക്ക് യാത്ര ചെയ്യാൻ പോലും ബാക്കിയില്ലാതെ ആ അമ്മയെ ക്രൂരമായി കൊന്നുകളഞ്ഞ എന്റെ ദൈവത്തോട് ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, ദൈവമേ നീ എന്ത് ക്രൂരനാണ്. നീണ്ട നാള് ഒരു നിരീശ്വരവാദിയായി ജീവിച്ച മകനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. എല്ലാം തകർന്ന് ദൈവത്തെ മായം പോയും കൂട്ടി തെറി പറഞ്ഞ് ജീവിച്ച ഒരു മകനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. കാലത്തിന്റെ പൂർണ്ണതയിൽ ചില ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ട് വീണ്ടും പൗരോഹിത്യം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ബൈബിളിൽ എഴുതി വെച്ചു, ഈശോയെ ഇനി എല്ലാം എന്റെ അപ്പനാണ്. ഒരു കൂട്ടുണ്ടാവുക, ഒരപ്പനുണ്ടാകുക, ഒരു അമ്മയുണ്ടാകുക, ഒരു പുരോഹിതന്റെ ഏറ്റവും വലിയ ശക്തിയാ. അങ്ങനെയെങ്കിൽ ഞാൻ എന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു, ഇനി എന്റെ കൂട്ട് എന്റെ അപ്പനാണ്. എന്റെ അപ്പനെ എന്റെ ജൂബിലി വർഷം വരെ, എന്റെ 25-ാമത്തെ ജൂബിലി വർഷം വരെ എനിക്ക് തിരികെ നൽകണം. അങ്ങനെ പൗരോഹിത്യം ആരംഭിച്ച 7-ാമത്തെ വർഷം കഴിഞ്ഞ സെപ്റ്റംബർ 6-ാം തീയതി പ്രഭാതത്തിൽ ഞാൻ കേട്ട വാർത്ത എന്റെ അപ്പൻ മരിച്ചു കിടക്കുന്നു എന്നുള്ളതാ. ഞാൻ എന്റെ റൂമിൽ കയറി കൊതക് പൂട്ടിയിട്ട് നിലവിളിച്ച് ചോദിച്ചു, ദൈവമേ നീ എന്ത് ക്രൂരനാണ്, നീ എന്ത് ക്രൂരനാ. നിനക്ക് വേണ്ടി ഈ നാട് മുഴുവൻ പ്രസംഗിച്ചു കഴിഞ്ഞവനാണ് ഞാൻ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞു. അനേകം മാധ്യമങ്ങളിലൂടെ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞു. ഞാൻ പ്രസംഗിച്ചത് നീ സകല നന്മ സ്വരൂപനാണ്, എല്ലാവർക്കും നന്മ കൊടുക്കുന്നവനാണ്, എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്, ചോദിച്ചാൽ ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ്. അങ്ങനെയെങ്കിൽ നിനക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച എന്റെ ജീവിതത്തിലേക്ക് നീ ദുരന്തങ്ങൾ അയക്കുമ്പോൾ ഞാൻ ഇനി എന്ത് പ്രസംഗിക്കും? അപ്പോൾ എന്റെ ദൈവം എന്നോട് പറഞ്ഞു, മോനെ ഇതാണ് ഏറ്റവും നല്ല കൂട്ട്. നിന്റെ അപ്പനും അമ്മയും നിന്നെ പിരിഞ്ഞു പോയപ്പോൾ, എല്ലാ ദുഃഖവെള്ളികളും നിന്നെ തേടിയെത്തുമ്പോൾ ചങ്കുറ്റത്തോടെ പറയണം, യേശു എന്ന് പറയുന്ന കൂട്ടാണ് ആത്മീയത. യേശു എന്ന് പറയുന്ന കൂട്ടാണ് ആത്മീയത. എല്ലാം തകർന്നടിഞ്ഞു നിൽക്കുമ്പോൾ ദൈവത്തെ അപ്പാ എന്ന് നീ ലോകത്തെ വിളിക്കാൻ പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാം തരുന്നതിന്റെ പേരല്ല അനുഗ്രഹം, കേട്ടോ. കാൽവരി കുരിശിലേക്ക് പോയ മറിയത്തിന് എല്ലാം കിട്ടിയൊരു അമ്മയല്ലെന്ന്. എല്ലാം തകർന്നടിഞ്ഞ് ഉത്തരമില്ലാത്ത ചോദ്യത്തിന് മുമ്പിൽ നിലവിളികൾ മാത്രം ഉയരേണ്ട ഒരു അമ്മ ഉത്തരം കൊടുത്തത് എങ്ങനെയാണ്? അപ്പാ നിന്റെ ഇഷ്ടം മാത്രം നിറവേറട്ടെ. ഈ തിരുനാൾ അങ്ങനെ ഒരു തിരുനാളൊക്കെ മാറ്റണം പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ കാലത്തിന്റെ പൂർണ്ണതയിൽ മക്കൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ അവർ പറയും, ഇങ്ങനെ ഒരു ദൈവമില്ല, ഇങ്ങനെ ഒരു ദൈവമില്ല. അതുകൊണ്ടല്ലേ അനേകം കുഞ്ഞുങ്ങൾ ഈ ദേവാലയത്തിൽ നിന്ന് മറ്റു കൂട്ടുകൾ തേറി ഓടുന്നത്. കാരണം യഥാർത്ഥ കൂട്ട് അത് ചിലപ്പോൾ സങ്കടപ്പെടുത്തുന്നതായിരിക്കാം, അത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതായിരിക്കാം, അത് ജീവിതം ഒരുപക്ഷെ ദുഃഖവലികളുടെ നടുവിലൂടെ കടത്തിവിടുന്നതായിരിക്കാം. അപ്പോഴും ജീവിക്കാനുള്ള ചങ്കൂറ്റത്തിന്റെ പേരാണ് ആത്മീയത. അതാണ് ഉണ്ണി മിശിഹ നൽകേണ്ട ആത്മീയത, കേട്ടോ. എല്ലാം തകർന്നടിഞ്ഞു നിൽക്കുമ്പോൾ, എല്ലാം നശിച്ചു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെല്ലാം വേർവിട്ടു പോകുമ്പോൾ, ഉത്തരമില്ലാത്ത ചോദ്യത്തിന് മുമ്പിൽ പല ആവർത്തി തോറ്റുപോകുമ്പോൾ, ദൈവമേ നീ എനിക്ക് കൂട്ടിനുണ്ട് എന്നതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആത്മീയത. അതുകൊണ്ട് ഈ തിരുനാള് രണ്ട് ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ തന്റെ മകനെ ജീവിക്കാൻ അനുവദിച്ചൊരമ്മയാണ്. വിശുദ്ധ യോസേപ്പ് പിതാവ് തന്റെ കുഞ്ഞിനെയും അമ്മയും ജീവിക്കാൻ അനുവദിച്ചൊരപ്പനാണ്. ജീവിക്കാൻ അനുവദിക്കാം, പ്ലീസ്. കുറെ കൂടിയൊക്കെ ജീവിക്കാൻ നമുക്ക് അനുവദിക്കാം. കവി ഇങ്ങനെ എഴുതി വെച്ചില്ലേ, മുഖം കഴുകാത്തതെന്തേ കഴുക, ഞങ്ങൾ കഴുകന്മാർ ശവന്തീനികൾ മുഖം കഴുകാറില്ല, നിങ്ങളോ മനുഷ്യർ ശവം തിന്നും പക്ഷെ മുഖം കഴുകും. മുഖം കഴുകാത്തതെന്തേ കഴുക. എന്താ കഴുകന്റെ സ്വഭാവം? അത് ശവം തിന്നുക എന്നുള്ളതാ. കഴുകനോട് ചോദിക്കുക, മുഖം കഴുകാത്തതെന്തേ കഴുക. കഴുകൻ പറയാണ്, ഞങ്ങൾ കഴുകന്മാർ മുഖം കഴുകാറില്ല. എന്നിട്ട് കഴുകൻ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളോ മനുഷ്യർ മുഖം കഴുകും പക്ഷേ ശവം തിന്നും പക്ഷേ മുഖം കഴുകും. കഴുകനേക്കാൾ വികൃതമായി കൂടെയുള്ളവരുടെ ശവം തിന്നാൻ കൊതിക്കുന്ന ഒരു ഗതികെട്ട ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്.
എന്തിനാ നമ്മൾ കടുവയും ആനയും ഒക്കെ കുറ്റപ്പെടുന്നത്? അത് അവർ ഇൻസ്റ്റന്റ് നേച്ചറാണ്, അവർ സ്വഭാവമാണ്. അത് മുമ്പിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്ത് പോകുക എന്നുള്ളത്. നമ്മുടെ മുറ്റത്തോടെ, ഞാനിവിടെ കൊച്ചനായിരുന്നപ്പോഴാണ് ഈ മുറ്റത്തോടെ ഒരു ആന കടന്നുപോയത്. നമ്മൾ ആ ആനയെ തെറി പറഞ്ഞു. ആനയെ തെറി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതതിന്റെ സ്വഭാവമാണ്. അതിന് വിശക്കുമ്പോൾ അത് എഴുന്നേറ്റ് നടക്കും. കടുവയെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല, അതതിന്റെ സ്വഭാവമാണ്. പുലിയെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല, അതതിന്റെ സ്വഭാവമാണ്. അതിനേക്കാൾ വികൃതമായ മനുഷ്യൻ ഈ ഭൂമിയിൽ ഇങ്ങനെ താണ്ഡവമാടുന്നു എന്നതാണ് നമ്മുടെ പരാജയം. അതിനേക്കാൾ മൃഗീയമായ മനുഷ്യൻ ഈ ഭൂമിയെ ഭരിക്കുന്നു എന്നതാണ് നമ്മുടെ പരാജയം. അതിനേക്കാൾ ഭീകരമായ മനുഷ്യൻ ഒരു കുടുംബത്തിൽ അപ്പനാകുന്നു, അമ്മയാകുന്നു, മക്കളാകുന്നു എന്നതാണ് നമ്മുടെ പരാജയം. ശരിയല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അതുകൊണ്ട് തിരുനാൾ വെറുതെ ആഘോഷിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. നാളെ തിന്നു തീർന്ന അവശിഷ്ടങ്ങൾ ഒടുങ്ങിപ്പോകും. ഒരു തിരുശേഷിപ്പാവുക എന്നതാണ് പ്രധാനം, ഒരു കൂട്ടാവുക എന്നതാണ് പ്രധാനം. അതുകൊണ്ട് ഈ നടവേൽ ദേശത്തെ ഇവിടെ ആയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട തീർത്ഥാടകരെ, നമുക്ക് ജനിക്കാനും ജീവിക്കാനും അനുവദിക്കാം. കുറെ കൂടിയൊക്കെ നമ്മൾ ആശ്രയിക്കുന്ന കൂട്ടുകളൊക്കെ നമ്മൾ വിട്ടുപോകും. ഇന്ന് കൂട്ട് തേടി നമ്മൾ തോണ്ടാൻ വേണ്ടി പോകും. ആ കൂട്ട് നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നമ്മുടെ കയ്യിലിരിക്കുന്ന ആയുധം നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുക. അത് ചതിക്കും നമ്മളെ. പ്രിയപ്പെട്ടവരെല്ലാം നമ്മളെ ചതിച്ചു വിട്ടുപോകും. പക്ഷേ ഒടുവിലായി വചനം പറഞ്ഞില്ലേ, പെറ്റമ്മ നിന്നെ മറന്നാലും മറക്കാത്തൊരു സ്നേഹമുണ്ട്, അവന്റെ പേരാണ് ക്രിസ്തു. അവന്റെ പേരാണ് ക്രിസ്തു. അതുകൊണ്ടാണ് അസീസിയിലെ ഫ്രാൻസിസിനെ നോക്കി ചോദിച്ചത്, ഫ്രാൻസിസ്, നിന്നിൽ ക്രിസ്തു മണക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് വിശുദ്ധ ജന്മങ്ങളുടെ ആ അരികിലേക്ക് അനേകം മനുഷ്യർ കൂട്ടുതേടിയെത്തുന്നത്. കാരണം അവർ ക്രിസ്തുവിന്റെ ഗന്ധമുണ്ട്, അവർ തൊട്ടാൽ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് സങ്കടങ്ങൾ വേണ്ട, നമുക്ക് അവസാനിപ്പിക്കാം. ഈ സങ്കടങ്ങൾ ഏറെയുള്ളൊരു മനുഷ്യനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. അതുകൊണ്ട് കരയാൻ നമുക്കിനി സമയമില്ല, ജീവിക്കാനുള്ള സമയമാണ്. വെറുതെ കരഞ്ഞു തീർക്കരുത് ജീവിതം, ജീവിച്ചു തീർക്കുക, സന്തോഷിച്ചു തീർക്കുക, ആനന്ദിച്ചു തീർക്കുക. സങ്കടങ്ങളില്ലാത്തൊരു മനുഷ്യനില്ലെന്നേ, വേദനകളില്ലാത്തൊരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല. 5 ഗുളിക വലിക്കുന്ന മനുഷ്യനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. കഴിഞ്ഞ ദിവസം ഡോക്ടർ പറഞ്ഞു, അച്ഛാ ഇങ്ങനെ പോയാൽ അധികം നാളൊന്നും ജീവിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, സാരമില്ല, ജീവിക്കുന്ന ഇത്രയും കാലം മനുഷ്യർക്കൊരു കൂട്ടാവുക, അതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് സങ്കടങ്ങൾ അവസാനിപ്പിക്കാം. കുറെ കൂടെയൊക്കെ ആഴത്തിൽ ദൈവസ്നേഹത്തിൽ വളരട്ടെ. കുറെ കൂടെയൊക്കെ തിന്മയോട് നോ പറഞ്ഞുകൊണ്ട് നന്മയാകുന്ന ക്രിസ്തുവിനെ ചങ്കോട് ചേർത്ത് വെക്കാം. ഈ അൾത്താരയാണ് ഏറ്റവും നല്ല കൂട്ട്. വേറെ എവിടെയും നിങ്ങൾ തെണ്ടാൻ പോകണ്ട, വേറെ എവിടെയും നിങ്ങൾ ഓടാൻ വേണ്ടി പോകണ്ട. ഈ അൾത്താരയുടെ അരികിലേക്ക് വാ. ഈശോട് പറ, ദൈവമേ നീയാണ് എൻ്റെ കൂട്ട്. അവിടുന്ന് നമുക്ക് കൃപയാകട്ടെ, അനുഗ്രഹമാകട്ടെ. ഉണ്ണിമിശിക നമ്മുടെ ചങ്കോട് ചേർത്ത് വെച്ച് ഒരു വലിയ സംരക്ഷണമാകട്ടെ. ഒരു ക്രൈസ്റ്റ് മാസ്, ഒരു ബലിയായി ഈ ജീവിതം ഒടുവിലായി ക്രിസ്തുവിനെ സമർപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ തിരുനാളിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.